നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നമ്മൾ ഗിഫ്റ്റുകളൊക്കെ വാങ്ങാറുണ്ടല്ലേ? കമ്മൽ, മാല അങ്ങനെ പലതും വാങ്ങാറുണ്ട്. പക്ഷേ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഒരു പ്രോപ്പർ ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ കയ്യിൽ പലപ്പോഴും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മിനിയേച്ചർ ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 9 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റുള്ള ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ വീതം 4 സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയും പിന്നീട് അത് നല്ല രീതിയിലൊന്ന് മടക്കി കൊടുക്കുകയും വേണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മുറിച്ച് കൊടുക്കുകയും മുറിച്ച ഭാഗം നമ്മൾ മടക്കിയിട്ട് ബാക്കി 2 സൈഡുകളിൽ ഗമ്മ് തേച്ച് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നോർമൽ ഗമ്മാണ്. നിങ്ങൾക്കതില്ലെങ്കിൽ പശയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചോറുണ്ടല്ലോ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ആ 2 സൈഡിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൻ പോർഷനായിട്ടുള്ള നമ്മൾ ഗിഫ്റ്റ് ഇടുന്ന ആ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊപ്പി അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ അടപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് ഉള്ള ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് 1 സെൻറ്റിമീറ്റർ വീതം 4 സൈഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് മടക്കിയതിന് ശേഷം മാത്രം വെട്ടുക. ഞാൻ വെട്ടിയതിന് ശേഷമാണ് കേട്ടോ മടക്കുന്നത്. മടക്കിയതിന് ശേഷം വെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് വരും കേട്ടോ. മടക്കുക. എന്നിട്ട് ദാണ്ട് ഇതുപോലെ 2 സൈഡിൽ നമ്മൾ നേരത്തെ വെട്ടിയതുപോലെ വെട്ടുക. എന്നിട്ട് വെട്ടിയ ഭാഗം മടക്കി വെച്ചിട്ട് ബാക്കി 2 ഭാഗത്തും ഗമ്മ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലും അതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ അടപ്പ് അഥവാ തൊപ്പി നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടി കൂടെ ഉള്ളൂ കേട്ടോ. അതിനായിട്ട് കുഞ്ഞു 3 പേപ്പറുകൾ ഇതുപോലെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കുക. ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ 3 എണ്ണത്തിൽ ഒരെണ്ണം എടുത്ത് 2ആയിട്ട് മുറിച്ച് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു. രണ്ടാമത്തെ മുറിച്ച ഭാഗം ഒട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റി താഴെ പോയി. അങ്ങനെ താഴെ പോയിട്ട് പിന്നെ അത് കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുത്ത് വന്ന് കയ്യിൽ പശയുണ്ട് തന്നെ പിന്നെ കയ്യിൽ ഒട്ടി. അങ്ങനെ ഒരു വിധത്തിൽ എടുത്ത് ഒട്ടിച്ചു. പിന്നീട് ബാക്കി ഇരുന്ന 2 ഒട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ കൈ, പശ അതുപോലെ തന്നെ പേപ്പർ ഇത് 3ഉം തമ്മിലുള്ള ഒരു മൽപ്പിടുത്തമായിരുന്നു. കാരണം നേരത്തെ ഒട്ടിച്ചതിൻ്റെ ബാക്കി കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കയ്യിൽ പശ ഒട്ടുന്നുണ്ടായിരുന്നു. പേപ്പറിന് സ്വയമായി ഒട്ടുന്നതിനേക്കാളും ഇഷ്ടം എൻ്റെ കയ്യിൽ ഒട്ടാനായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ ഒട്ടിച്ചെടുത്ത് ബോക്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ ഒട്ടിച്ചു, രണ്ടാമത്തെ ഒട്ടിച്ചു. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്ന് നോക്കുമ്പോഴത്തേക്കും മുകളിൽ ഒട്ടിക്കാൻ വെച്ചിരുന്ന മുത്ത് കാണാനില്ല. പിന്നെ ഓടിപ്പോയി മുത്ത് പെട്ടിക്കകത്ത് നിന്നൊരു മുത്ത് എടുത്തുകൊണ്ട് വന്ന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ ഒട്ടിച്ചെടുത്ത് ഇതാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.